അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 39. എന്നാൽ അവയൊന്നും തന്നെ ഖുർആൻ്റെ തത്വങ്ങളിലോ ആശയങ്ങളിലോ പ്രതിപാദ്യ വിഷയങ്ങളിലോ മാറ്റം വരുത്തുന്നതല്ല താനും. അഥവാ വ്യാകരണപരമോ സാഹിത്യപരമോ ഉച്ചാരണ സംബന്ധമോ ഉള്ള അല്പസ്വല്പ വ്യത്യാസങ്ങൾ മാത്രമായിരിക്കും. ഇതിൻ്റെ ഏതാണ്ടൊരു സ്വഭാവം മനസ്സിലാക്കുവാൻ ചുരുക്കം ചില ഉദാഹരണങ്ങൾ കാണിക്കാം. 1. സൂറത്തുൽ ഫാത്തിഹയിൽ 3-ാം ആയത്തിൽ മലിക്കി എന്നും മാലിക്കി എന്നും വായനയുണ്ട്. പ്രതിഫല ദിവസത്തിൻ്റെ രാജാവ് എന്ന് ഒന്നാമത്തേതിനും പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് രണ്ടാമത്തേതിനും അർത്ഥം വരുന്നു. രണ്ടും തമ്മിൽ ആശയ വിരുദ്ധമില്ലല്ലോ. 2. സൂറത്തുൽ സബ 15-ൽ മസ്കനിഹിം എന്നും മസാക്കിനിഹിം എന്നും വായിക്കപ്പെട്ടിരിക്കുന്നു. ക്രമപ്രകാരം അവരുടെ വാസസ്ഥലമെന്നും അവരുടെ വാസസ്ഥലങ്ങൾ എന്നുമാണർത്ഥം. ഒന്ന് ഏകവചനവും മറ്റേത് ബഹുവചനവുമാണ് എന്ന വ്യത്യാസം മാത്രം. അതേ സൂറത്ത് 13-ൽ കൽ ജവാബി എന്നും കൽ ജവാബി എന്നും വായനയുണ്ട്. ഇത് രണ്ടും എഴുത്തിലും വായനയിലും അല്പ വ്യത്യാസം കാണാമെങ്കിലും അർത്ഥവും പദവും ഒന്ന് തന്നെയാണ്. വീണ്ടും അതേ സൂറത്തിൽ തന്നെ 19-ൽ ബഅദ എന്നും ബാഇദ എന്നും വായന കാണാം. അക്ഷരവ്യത്യാസമുണ്ടെങ്കിലും അർത്ഥവ്യത്യാസമില്ല. 3. ഇൻ എന്ന ഇരട്ട അവ്യയം ഇന്ന 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 എന്നും മറ്റും വായിക്കപ്പെട്ടിട്ടുണ്ട്. ഉച്ചാരണത്തിൽ മാത്രമാണ് വ്യത്യാസം. ഇങ്ങനെയുള്ള പ്രധാന വായനാ വ്യത്യാസങ്ങളെപ്പറ്റി നാം അവസരോചിതം ചൂണ്ടിക്കാട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അബൂബക്കർ, ഉമർ, ഇബ്നു മസ്ഊദ്, ഉബയ്യ്, സയ്യിദ്, സാലിം, മുആദ്, ഇബ്നു അബ്ബാസ്, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനേകം പേർ ഖുർആനിൽ പ്രത്യേക നൈപുണ്യം നേടിയ സഹാബി വീര്യന്മാരിൽ ഉൾപ്പെട്ടവരാകുന്നു. ഇവരിൽ നിന്ന് കേട്ടും പരിചയിച്ചും വന്ന ശിഷ്യ പരമ്പരയിൽപ്പെട്ടവരും ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഖുർആൻ വായനക്കാരിൽ അഗ്രഗണ്യരും ആയിരുന്ന 7 മഹാന്മാരുടെ നാമങ്ങൾക്ക് പിൽക്കാലത്ത് പ്രത്യേകം പ്രസിദ്ധി ലഭിച്ചു. അബൂ അംർ, ഇബ്നു കസീർ, നാഫിഅ്, ഇബ്നു ആമിർ, ആസിം, ഹംസ, അലി റളിയല്ലാഹു അൻഹു ഇവരാണ് ആ മഹാന്മാർ. ഇവർ 7 ഓത്തുകാർ എന്ന പേരിൽ അറിയപ്പെടുന്നു.